അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ്, ഇവിടെ എഴുത്തുകാലില് ഖിയാമില് കൈ കെട്ടുന്നത് പോലെ എഴുത്തുകാലിലും കൈ കെട്ടുന്നത് കാണാണ്ട്, അതിന് ഏതെങ്കിലും വല്ല മദ്ഹബിലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള വല്ലതുണ്ടോ? ഒന്ന് വിശദീകരിച്ചു തന്നാണ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. എത്തിദാലിൽ കൈ ഇർസാല് ചെയ്യലാണ് സുന്നത്തായിട്ട് ഷാഫി മദ്ഹബിൽ പറഞ്ഞത്. അതുപോലെ മറ്റുള്ള എല്ലാ മദ്ഹബുകളിലും ഇർസാൽ ചെയ്യലാണ് സുന്നത്തായി പറഞ്ഞത്. എന്നാൽ ഹംബലി മദ്ഹബിൽ ഒരു രണ്ടാം കൗലുണ്ട്, ഇർസാല് ചെയ്യുന്നതിനേക്കാൾ നല്ലത് രണ്ടാമതും കെട്ടലാണ് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഹംബലി മദ്ഹബിൽ ഒരു കൗല് കണ്ടിട്ടുണ്ട്, രണ്ടാം കൗല്. അവര് മദ്ഹബില് രണ്ടഭിപ്രായം, ഇർസാൽ ചെയ്യാന്നല്ല താഴ്ത്തിയിടുക. അങ്ങനെ താഴ്ത്തിയിട്ട് ഇർസാൽ ചെയ്യുകയാണോ വേണ്ടത്, അതല്ല രണ്ടാമത് വീണ്ടും കൈ മറ്റേ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം കൈ കെട്ടിയതുപോലെ കെട്ടുകയാണോ വേണ്ടത് എന്ന് പറഞ്ഞിടത്ത് കൈ കെട്ടുകയാണ് വേണ്ടത് എന്നൊരു അഭിപ്രായം ഹംബലി മദ്ഹബിലെ ചില കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഹംബലികളാണ് അത് അടിസ്ഥാനത്തിൽ ആ കൗലനുസരിച്ച് അവരാണ് അമൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, കുരങ്ങ് എന്തിനും അനുകരിക്കുമല്ലോ. അതിന്റെ വരുമ്പരായികയും ഗുണദോഷവും ഒന്നും നോക്കിയിട്ടല്ല മറ്റവരെങ്ങനെ ചെയ്യണം അതുപോലെ നമ്മളുമാണ് ചെയ്യാം. ആ കോലത്തിൽ നമ്മളും ചില ആളുകൾ രണ്ടാം കെട്ടലുണ്ട്. മനസ്സിലായില്ലേ? ഗൾഫിൽ വന്നാണ്ടാണ് സുക്കേടിൽപ്പെട്ടതാണ് ഒന്ന് ബറയലും മറ്റൊന്ന് രണ്ടാം കെട്ടും എന്ന് പണ്ട് തമാശയായിട്ട് പറയാറുണ്ട്. ബറയല് അല്ല, അത്തയ്യാത്ത് കുത്തിരുന്ന ബെല്ലിന് ഇങ്ങനെ പല്ലിന്റെ വാലിന് തല്ലുകൊണ്ടേക്കാം. അത് ഇവിടെ വന്നാ തുടങ്ങണ ഒരു കൊണക്കട. പിന്നത്തെ ഒരു കൊണക്കേട് ഈ പറഞ്ഞ ഈ രണ്ടാം കെട്ട. രണ്ടാം കെട്ട് പറഞ്ഞ നാട്ടിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും ബേജാറാണ്ട, പെണ്ണിന്റെ രണ്ടാം കെട്ടല്ല, മറിച്ച് കയ്യിന്റെ രണ്ടാം കെട്ട്. മനസ്സിലായില്ലേ? സെമി അല്ലാഹു അക്ബർ പണ്ട് ഞാനൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിന്റെ ഒരു സാധു മനുഷ്യൻ, കുറച്ചൊരു അന്തംഗമ്മിത്തരമുണ്ട്. അയാൾ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കിയിരിക്കുമ്പോൾ ചിലപ്പം നമ്മൾ കേൾക്ക അല്ലാഹു അക്ബർ, സെമി അല്ലാഹു അക്ബർ, അങ്ങനെ മൂപ്പര് പറയാം. സെമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറയേണ്ടതിന് പകരം മൂപ്പര് എന്ത് പറയും? സെമി അല്ലാഹു അക്ബർ പറയും. എന്നതിൽ ഒരു രണ്ടാം കെട്ട് സെമി അല്ലാഹു അക്ബർ കെട്ടുന്നുണ്ട്. അത് ഷാഫി മദ്ഹബിലോ മാലിക്കി മദ്ഹബിലോ ഹനഫി മദ്ഹബിലോ അങ്ങനെ സുന്നത്തില്ല. ഹംബലി മദ്ഹബിലും ഒരു കൗലനുസരിച്ച് അങ്ങനെ സുന്നത്തില്ല, ഇർസാലാണ് സുന്നത്ത്, കൈ താത്തിടുക. എന്നാൽ ഹംബലി മദ്ഹബിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അത് വ്യാപകമായി അമൽ ചെയ്യുന്നു. ഇനി ഒരാൾ അത് ചെയ്തത് കൊണ്ട് ഹറാമും കറാത്തും ഒന്നും വരുന്നല്ല പറയുന്നതിന്റെ അർത്ഥം, സുന്നത്തിന്റെ മാറ്റമാണ്. മനസ്സിലായില്ലേ? എന്നാ വേറൊന്നുണ്ട് കേട്ടോ, ചില ആളുകളുണ്ട് സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറഞ്ഞിട്ട് ബായപ്പട്ടമ്മൽ കാക്ക ഉത്തരുന്നേക്ക് കൈ ഇങ്ങനെ ആടിന്, അത് നിസ്കാരം ബാത്തിലാകാൻ ഇടവരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കെട്ടിയാല് അതൊരു കാര്യമാണ്. സുന്നത്ത് ഇർസാൽ ചെയ്ത് താഴ്ത്തിയിടലാണ്. പക്ഷെ ആ താഴ്ത്തിയിടുമ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ബായപ്പട്ടമ്മൽ കാക്ക വന്നിട്ട് പറന്ന് വന്നിട്ട് ഇരിക്കുമ്പോ അവന്റെ ഒരു താന്ന് പൊന്തിരി എന്നേക്ക് സമയം വാലിമനമിതാവെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ബേക്കേട് പോയിട്ട് പിന്നെ മുന്നേക്കേട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് വരികയാണ് ചെയ്യുക. അപ്പൊ അത് നിൽക്കാരം മാത്രമാവൂലേ? അത് ഒഴിവാക്കാൻ വേണമെങ്കിൽ ഒരാൾ ചെയ്താൽ അതിനെ പറ്റി കുറ്റം പറയണ്ട, പക്ഷേ സുന്നത്ത് താഴ്ത്തിയിടലാവുന്നു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഒരു സംശയം. ഗർഭിണിയായ ഭാര്യയാണ്, അപ്പൊ ഡോക്ടർമാര് പൂർണ്ണ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിൽക്കാൻ കഴിയും, പക്ഷെ ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ട് നിന്ന് നിസ്കരിക്കാൻ നിൽക്കരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ നിൽക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് റെസ്റ്റ് എടുക്കണം. അപ്പൊ അവർക്ക് നിന്ന് നിസ്കരിക്കേണ്ടതുണ്ടോ, അതല്ല ഇരുന്ന് നിസ്കരിച്ച് റുക്കുവൊക്കെ ഇരുത്തത്തിൽ തന്നെ നിർവഹിച്ചാൽ മതിയോ എന്നാണ് സംശയം. എന്റെ ഭാര്യ ഞാൻ അങ്ങനെ 5-6 ബ്ലീഡിങ് ഉണ്ടായതാണ്. അപ്പൊ അവരെങ്ങനെയാണ് നിസ്കരിക്കുന്നത് സംശയം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ശബ്ദം കുറച്ച് കുറവായി നിങ്ങളെ. ഏതായാലും ആട്ടെ, ഞാൻ കേട്ടാണ് ഒരു വിധത്തിൽ. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം. അദ്ദേഹം ചോദിച്ചത് ഭാര്യക്ക് ഗർഭിണിയാണ്, അവർക്ക്
ഡോക്ടർ പൂർണ്ണ റെസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുന്നു, ബെഡ് റെസ്റ്റ്. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ റുക്കൂഅ്, സുജൂദ്, അതുപോലെ തന്നെ രണ്ടാമത് നൃത്തത്തിലേക്ക് പോകൽ തുടങ്ങിയ കാര്യം അവരെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ബാഹ്യമായി നിൽക്കണതിനും നടക്കണതിനും കുഴപ്പമില്ലെങ്കിലും ഡോക്ടർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചത് കൊണ്ട് ഇരുന്ന് നിസ്കരിക്കാമോ എന്നാണ് ആ സുഹൃത്തിന്റെ ചോദ്യം. തീർച്ചയായും ഇരുന്ന് നിസ്കരിക്കാന്ന് മാത്രമല്ല, ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇരിക്കാനും പാടില്ല, കിടന്ന കിടപ്പിൽ കിടക്കണം എന്ന് നിർദ്ദേശമുണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കിടന്നും നിസ്കരിക്കാവുന്നതാണ്. അത് പിന്നീട് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായില്ലേ? ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ഈ നൃത്തവും റുക്കൂഉം, നൃത്തത്തിൽ നിന്നിട്ടുള്ള റുക്കൂഉം സുജൂദും, സുജൂദിൽ നിന്ന് നൃത്തത്തിലേക്ക് പോക്കുമൊക്കെ അവരെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിന്ന് നിസ്കരിക്കൽ ഒഴിവാക്കാവുന്നതാണ്. ബുദ്ധിമുട്ടില്ലാതെ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അതിനും പ്രയാസമാണെങ്കിൽ കിടന്ന് നിസ്കരിക്കാവുന്നതും ആണ്. പിന്നീട് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല. അല്ലാഹു തആല നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ നല്ലൊരു സ്വാലിഹായ കുഞ്ഞിന് ജന്മം നൽകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ എന്ന് കൂട്ടത്തിൽ ദുആ ചെയ്യുകയും ചെയ്യുന്നു. മൈക്കൂട്ടു. രണ്ട് സംശയമുണ്ട്. ഒന്നാമത്തേത് റുക്കൂയിൽ തുമാനീനത്തിന്റെ ഖദർ സുബ്ഹാനല്ലാഹ് എന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ മസ്ബൂക്കായിട്ട് ഇമാമിന്റെ കൂടെ റുക്കൂയിൽ ചേർന്നു. അപ്പോൾ അയാൾക്ക് സംശയം ഇമാമിന്റെ കൂടെ സുബ്ഹാനല്ലാഹ് എന്നുള്ള ഖദർ പിന്നെ റുക്കൂയിൽ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് സംശയം. പിന്നെ മറ്റൊരു സംശയം, ഒരാൾക്ക് സുജൂദിന്റെ എണ്ണത്തിൽ സംശയമായി. അതായത് ഇപ്പോ സുജൂദ് രണ്ട് രൂപത്തിൽ വരാം. ഒന്നിരിക്കൽ സുജൂദിലായിരിക്കെ ഇത് ഒന്നാമത്തെ സുജൂദാണോ അല്ല രണ്ടാമത്തെ സുജൂദാണോ എന്ന് സംശയമായി. അല്ലെങ്കിൽ അയാൾ സുജൂദ് ചെയ്ത് വന്ന് ഖിയാമിലേക്ക് എത്തിയതിന്റെ ശേഷം സംശയമായി, ഞാനിപ്പോ രണ്ട് സുജൂദാണോ ചെയ്തത് ഒരു സുജൂദാണോ ചെയ്തത് എന്ന്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണെന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ കൊള്ളാം. മൈക്ക് റിലീസ്. രണ്ട് ചോദ്യം ഒപ്പം ചോദിച്ചാലേ ചിലപ്പോ എനിക്ക് രണ്ടും ഓർമ്മ ഉണ്ടാവില്ല. അതാണ് കേട്. നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെങ്കിലും എനിക്കതുകൊണ്ട് ഓർമ്മപ്പിശക് വല്ലാതെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ചോദ്യമായാലേ ശരിക്ക് ഓർത്തിരിക്കാൻ കഴിയൂ. ഓർമ്മ ഉണ്ടെങ്കിൽ രണ്ടാമത്തത് പറയും, ഇല്ലെങ്കിലോ പിന്നെ നിങ്ങൾ പിന്നെയും ചോദിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരിക്കൽ ചോദിച്ചതായതുകൊണ്ട് പിന്നെ ടെസ്റ്റ് അടിച്ചാലും വിരോധമില്ല. എന്തേനിപ്പോ രണ്ടെണ്ണം ചോദിച്ചല്ലോ, രണ്ടെണ്ണം ഇപ്പൊ രണ്ടാമത്തേക്ക് ശ്രദ്ധിക്കുമ്പോ ഒന്നാമത്തെ ആലോചിക്കുമ്പോ രണ്ടാമത്തെ പോവും. അവിടെ ആയിരുന്നു കേട്. അയാൾ തന്നെ നിങ്ങൾ രണ്ടാമത് മൈക്ക് എടുത്താണ്ട് ഒരു ചോദ്യം ചോദിച്ചാണെങ്കിൽ സ്പീക്കർ ശബ്ദം തന്നെ കുറച്ച് കുറവാണ്. അതിൽ രണ്ടെണ്ണം കൂടി ഒന്നായിട്ടാവുമ്പോഴോ രണ്ടാമത് അദ്ദേഹം തന്നെ മൈക്ക് എടുക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കുക. അത് മറുപടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത് വീണ്ടും മൈക്ക് എടുത്ത് രണ്ടാമത് വേറെ ചോദിക്കുക. അദ്ദേഹം തന്നെ മൈക്ക് എടുക്കട്ടെ. ഞാൻ മൈക്ക് വിട്ടു. ഓക്കെ സാർ, ആദ്യത്തെ ചോദ്യം, റുക്കൂയിൽ പിന്നെ തുമാനീനത്തിന്റെ ഖദർ സുബ്ഹാനല്ലാഹ് എന്നാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പോൾ ഒരാൾ മസ്ബൂക്കായിട്ട് ഇമാമിന്റെ കൂടെ റുക്കൂയിൽ ചേർന്നു. അപ്പൊ അയാൾക്ക് സംശയം, ഇമാമിന്റെ കൂടെ ഇമാമിന്റെ കൂടെ റുക്കൂയിൽ സുബ്ഹാനല്ലാഹ് എന്ന ഖദർ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയമായി. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ആ റക്അത്ത് വീണ്ടും നിസ്കരിക്കേണ്ടതുണ്ടോ? എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അത് നല്ലൊരു ചോദ്യം. അങ്ങനെ ചോദിക്കണം, ഓരോന്ന് ചോദിക്കണം, എന്നാലേ പറയാൻ കഴിയുള്ളൂ. ഇമാമിനോട് മസ്ബൂക്കായി തുടർന്നു, റുക്കൂയിൽ തുടർന്നു. റുക്കൂയിൽ ഇമാമിന്റെ കൂടെ തുമനീനത്ത് കിട്ടിയോ ഇല്ലേ എന്ന് സംശയം. അതായത് അനക്കമടങ്ങുന്ന ഒരു സുബ്ഹാനല്ലാഹ് ഖദറെങ്കിലും ഇമാമിന്റെ കൂടെ കിട്ടണമല്ലോ. അത് കിട്ടിയോ ഇല്ലേ എന്ന് സംശയം വന്നാൽ ഇപ്പോൾ ഇമാമിന്റെ കൂടെ തുടർന്ന് നിസ്കരിക്കുകയും ഇമാമ് സലാം വീട്ടിയതിന് ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കുകയും പിന്നീട് സഹ്വിന്റെ സുജൂദ് ചെയ്യുകയും വേണം. മനസ്സിലായോ?
കൂട്ടത്തിൽ ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് പോവുക. ഇമാം സലാം വീട്ടിയതിനു ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കുക. അതെന്തിനാന്ന് വെച്ചാല് തുമനീനത്ത് കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ ഇത് അഞ്ചാമത്തതാണ്, കിട്ടിയിട്ടില്ലെങ്കിലോ ഇത് കാരണം നാലാമത്ത് റക്അത്ത് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു റക്അത്ത് നിസ്കരിക്കണം. കാരണം 3 4 എന്ന് സംശയിച്ചാൽ ഒരു റക്അത്ത് കൂടി നിസ്കരിക്കണം എന്നാണല്ലോ നിയമം. എന്നാ പിന്നെ എന്തിനാ സുജൂദ് ചെയ്യുന്നത്? ഇമാമിന്റെ കൂടെയാണല്ലോ, സഹവിന് സുജൂദ് വേണ്ടല്ലോ. പക്ഷെ ഇമാമുമായിട്ട് വിട്ടു പിരിഞ്ഞതിന് ശേഷം ഈ നിസ്കരിക്കുന്ന നിസ്കാരത്തെ പറ്റിയിട്ട് ഇവന് ശെക്ക് ഇപ്പോഴും ബാക്കിയുണ്ട്. നേരത്തെ തുമനീനത്ത് കിട്ടിയെങ്കിൽ ഇതിപ്പോ 5 റക്അത്താവുമല്ലോ, നേരത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിപ്പോ 4ാമത്തെ ഒറിജിനലും ആവുമല്ലോ എന്നൊരു ശെക്ക് അവിടെ ബാക്കിയുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. അപ്പൊ ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് പോവുക, അവസാനം ഒരു റക്അത്ത് നിസ്കരിക്കുക, അതിന് ശേഷം ഒരു സഹവിന്റെ സുജൂദും ചെയ്യുക. ഇതാണ് അതിന്റെ പരിഹാരം. ഓക്കെ, ഇനി അടുത്ത 2ാമത്തെ ചോദിച്ചോളി. പിന്നെ 2ാമത്തെ ചോദ്യം, ഒരാൾക്ക് സുജൂദിന്റെ കാര്യത്തിൽ സംശയമായി. ആ സംശയം 2 രൂപത്തിൽ വരാം. ഒന്നിലേക്ക് അയാൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് 1ാമത്തെ സുജൂദാണോ അതല്ല 2ാമത്തെ സുജൂദാണോ എന്ന് സംശയമായി. അതല്ലെങ്കിൽ അയാൾ സുജൂദ് ചെയ്ത് ഖിയാമിലേക്ക് വന്നതിന് ശേഷം ഞാനിപ്പോൾ 2 സുജൂദ് ചെയ്തോ അതല്ല 1 സുജൂദാണോ ചെയ്തതെന്ന് സംശയമായി. ഇങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം എന്നാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. അവിടെയൊക്കെ ചുരുങ്ങിയത് കൊണ്ട് എടുക്കണം. 1ാമത്തെ സുജൂദാണോ 2ാമത്തെ സുജൂദാണോ എന്ന് സംശയം വന്നാൽ 1ാമത്തെ സുജൂദാണെന്ന് തീരുമാനിക്കുകയും ആ സുജൂദിന് ശേഷം ഇടയിലെ ഇരുത്തം ഇരിക്കുകയും 2ാമത് വീണ്ടും സുജൂദ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ നൃത്തത്തിൽ എത്തിയതിന് ശേഷം സംശയം 1ാമത്തെ സുജൂദ് ചെയ്ത് കണ്ട് എഴുന്നേറ്റതാണോ അതല്ല യഥാർത്ഥത്തിൽ 2 സുജൂദും ചെയ്തോ എന്ന് സംശയിച്ചാൽ അവിടെ നോക്കുക. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നു കൊണ്ടാണ് നൃത്തത്തിലേക്ക് പോയതെങ്കിൽ ഈ നൃത്തത്തിൽ നിന്നിട്ട് വേഗം സുജൂദിലേക്ക് പോയി 1 സുജൂദ് കൂടി ചെയ്തു പോരാ. അതല്ല ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കാതെ നേരെ സുജൂദിൽ നിന്നിട്ട് നൃത്തത്തിലേക്ക് വന്നതായിരുന്നു എങ്കിൽ ഇവിടെ നിന്ന് പോയി എന്താക്കണം, ഇരുന്നതിന് ശേഷം 2ാമത് സുജൂദ് ചെയ്ത് പിന്നെ നൃത്തത്തിലേക്ക് വരണം. അതായത് സംശയം വന്നോടത്തൊക്കെ അതൊരു പൊതു നിയമമുണ്ട്. ഇത്തരം ഫർളുകളുടെ വിഷയത്തിലോ റക്അത്തിന്റെ എണ്ണത്തിന്റെ വിഷയത്തിലോ സംശയിച്ചാൽ ചുരുങ്ങിയത് കൊണ്ട് എടുക്കുകയും ഉറപ്പ് വരുത്തുകയും വേണമെന്ന് അതൊരു പൊതു നിയമമാണ്. മനസ്സിലായി? 3ാമത്തതോ 4ാമത്തതോ സംശയിച്ചാൽ 3ാമത്തതാണെന്ന് എടുക്കുക, എന്നിട്ട് 4ാമത്തോ ഒന്നും കൂടി ചെയ്യുക. അതുപോലെ തന്നെ 2ാമത്തതോ 3ാമത്തതോ എന്ന് സംശയിച്ചാൽ 2ാമത്തതാണെന്ന് വെക്കുക, 3ാമത്തോ 4ാമത്തോ ചെയ്യുക. എന്നതുപോലെ 1 സുജൂദ് ചെയ്തോ അല്ല 2ാമത്തെ സുജൂദും ചെയ്തോ എന്ന് സംശയിച്ചാൽ 1 എന്നുള്ളത് ഉറപ്പുണ്ട്, അതെടുക്കുക, ബാക്കിയുള്ളത് ചെയ്യുക. അത് നൃത്തത്തിൽ നിന്നാണെങ്കിൽ ഇടയിരുത്തത്തിന് പകരം ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. ഇല്ലെങ്കിൽ ഇടയിൽ ഇരുത്തും തന്നെ ഇരിക്കണം. മനസ്സിലായില്ലേ? ആ ഇരുത്തം ഇരുന്നതിന് ശേഷം 2ാമത് സുജൂദ് ചെയ്യണം, എന്നിട്ട് എഴുന്നേൽക്കണം. ഇവിടൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യം, മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവുന്ന കാര്യം മറന്ന് സംഭവിക്കുമ്പോൾ നിസ്കാരം ബാത്തിലാവില്ലെങ്കിലും സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാധിക്കുമെന്നല്ല, നിങ്ങൾക്ക് മൈക്ക് വേണ്ടെങ്കിൽ റിസൾട്ട് ഒഴിവാക്കിയാൽ മറ്റുള്ളവർക്ക് മുന്നോട്ട് വരാം. ഒരു ചോദ്യം വന്നത്, തക്ബീറത്തുൽ ഇഹ്റാമില് തുറം ചെയ്ത സ്ത്രീകൾ ഡ്രസ്സിന്റെ മുകളിലൂടെ കൈ കെട്ടണോ എന്നുള്ളതാണ് ഉസ്താദ് ചോദിച്ചത്. മലയാളത്തില് ഡ്രസ്സിന്റെ മുകളിലൂടെ പിടിച്ചാൽ മതിയോ അതോ ഈ നിസ്കാര കുപ്പായത്തിന്റെ കൈ മാറ്റിയതിനു ശേഷം പിടിക്കണോ, ആ ഭാഗത്തുനിന്ന് മാറ്റിയതിനു ശേഷം പിടിക്കണോ എന്നുള്ളതാണ് ഉസ്താദ് ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈ കെട്ടുന്ന സമയത്ത് മറയില്ലാതെ കെട്ടണോന്ന് അതിനെ ചോദിച്ചതിന്റെ അർത്ഥം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, മറയോട് കൂടിയും കെട്ടാം. പക്ഷേ അന്യപുരുഷന്മാര് കാണാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് അഥവാ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും
മുങ്കൈ മറക്കാതിരിക്കൽ സുന്നത്തുണ്ട്. മനസ്സിലായില്ലേ? അന്യപുരുഷന്മാര് ഇല്ലാത്ത സ്ഥലത്ത് ഒന്നിരിക്കൽ തീരെ ആരുമില്ല, അതല്ലെങ്കിൽ മഹറമായ ആളുകൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുമ്പോൾ മുങ്കൈ മറക്കാതിരിക്കൽ സ്ത്രീകൾക്കും സുന്നത്താണ്. അങ്ങനെ വരുമ്പോൾ മുങ്കൈ മറയില്ലാതെ തന്നെ കൈ കെട്ടലാണ് നല്ലത്. ഇനി ആരുമില്ലാത്ത സ്ഥലത്ത് നിന്ന് തന്നെയാണെങ്കിലും അതല്ലെങ്കിൽ അന്യപുരുഷന്മാരുള്ള സ്ഥലത്തു നിന്നാണെങ്കിലും കൈക്ക് മറയുണ്ടാവുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, മറയുടെ മഴ കെട്ടാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർ, ചോദ്യം, ഇവിടെ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് ഫസ്റ്റിലെ 2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ 3ാമത്തെ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് പിന്നെ 4ാമത്തെ സ്റ്റെപ്പാണ് കെട്ടുന്നത്. അപ്പൊ അതിനിടയിൽ നിസ്കരിക്കുമ്പോൾ ഈ നമ്മൾ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുമോ, പ്രതിഫലം കിട്ടുമോ എന്നറിയാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്ത് സംബന്ധമായ കറാഹത്ത് വന്നാൽ ജമാഅത്തിന്റെ ഫളീലത്താവുന്ന 27 ദർജ എന്ന പുണ്യം കിട്ടുന്നതല്ല. നിസ്കാരം സഹിയാവും, ജമാഅത്തും സഹിയാവും. അതുകൊണ്ട് ജമാഅത്ത് ഒഴിവാക്കുക എന്ന് പറയുന്ന കറാഹത്തിൽ നിന്ന് രക്ഷപ്പെടും, എങ്കിലും 27 ദർജ കിട്ടുന്നതല്ല. ജമാഅത്ത് സംബന്ധമായ കറാഹത്ത് എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ് ഇമാമും 1ാമത്തെ സഫുമായിട്ട് 3 മുഴത്തേക്കാൾ അകലമില്ലാതിരിക്കുക, 1ാം സഫും 2ാം സഫുമായിട്ട് 3 മുഴത്തേക്കാൾ അകലമില്ലാതിരിക്കുക, അതുപോലെ തന്നെ 2ാം സഫും 3ാം സഫുമായിട്ട് 3 മുഴത്തേക്കാൾ അകലമില്ലാതിരിക്കുക. ഇത് ജമാഅത്ത് സംബന്ധമായ സുന്നത്താണ്. അങ്ങനെ 3 മുഴത്തേക്കാൾ അകലം വരൽ കറാഹത്താണ്. കറാഹത്ത് വന്നാൽ ജമാഅത്തിന്റെ ഫളീലത്ത് എന്ന് പറയുന്ന 27 ദർജ എന്നത് നഷ്ടപ്പെടാൻ ഇടവരും. എന്നാൽ നിസ്കാരം സഹിയാവും, ജമാഅത്തും സഹിയാവും. പിന്നെ ഫളീലത്ത് കിട്ടാതെ ജമാഅത്ത് സഹിയായിട്ട് എന്താണ്? ഒറ്റക്ക് നിസ്കരിക്കൽ കറാഹത്താണ്, മോക്കറായ സുന്നത്താണ് എന്നുള്ള കൗലെടുത്താൽ നമ്മളെ മദ്ഹബിൽ അതാണ്. ഫർദ് കിഫായി അല്ലെങ്കിൽ മോക്കറായ സുന്നത്ത് എന്നാണ് ജമാഅത്തിന് നോക്കുന്നത്. രണ്ടായാലും ജമാഅത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. ഈ കറാഹത്തിന് ഒഴിവായി കിട്ടും, പക്ഷേ 27 ദർജ ഫളീലത്ത് ഉണ്ടാവുന്നതല്ല. സർ, ചോദ്യം കൂടെ ഉണ്ട്. 2 ഖുതുബയ്ക്കിടയിൽ ചെല്ലേണ്ട ഏറ്റവും അഫ്ളൽ ദിക്ർ എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. 2 ഖുതുബയ്ക്കിടയിൽ ഇമാമ് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് സ്വലാത്താണ്. അവിടെ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്. കുറഞ്ഞ സമയമുള്ളല്ലോ, എല്ലാ കാര്യങ്ങളും കൂടി ചോദിക്കാൻ ആ സമയത്ത് സാധ്യമാവില്ല. അത്ര കുറഞ്ഞ സമയമുള്ളൂ, വളരെ പ്രധാനപ്പെട്ട സമയവുമാണ്. അപ്പോ ഉബയ്യ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ ദുആ എടുക്കുമ്പോൾ പൗതി അല്ലെങ്കിൽ 3-1 അല്ലെങ്കിൽ 4-1 അല്ലെങ്കിൽ 3-2 ഒക്കെ സ്വലാത്താക്കിയെങ്കിലോ എന്ന് ചോദിച്ചപ്പം കൂട്ടുകാണെങ്കിൽ ഹൈറാന്ന് പറഞ്ഞപ്പോ അജാലുലക സ്വലാത്തി കുല്ലഹ എന്ന് പറഞ്ഞു. ഞാൻ ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോ ആ ദുആയുടെ സ്ഥാനത്ത് മുഴുവനും തങ്ങളുടെ മേൽ സ്വലാത്താക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇലം തുഖ്ഫ ഹമ്മുക വ തുഗ്ഫറു ദമ്മുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? സ്വലാത്ത് ദുആ ചെയ്യുന്ന സ്ഥലത്തൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ, സ്വലാത്ത് ചൊല്ലിയാൽ നിന്റെ ദുന്യവിയായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും, അതോടുകൂടി ആഖിറം രക്ഷപ്പെടുകയും ചെയ്യും. ഹമ്മ് ദുന്യവിയായ കാര്യങ്ങളിൽ ഉള്ളതായ എല്ലാ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ സങ്കടങ്ങളും ഒക്കെ ഹമ്മാണ്, അതിന് പരിഹാരമാവും. തൂഫർ നമുക്ക് പറഞ്ഞാൽ ആഖിറത്തിൽ രക്ഷപ്പെടും, എല്ലാ ദോഷവും ഓർക്കപ്പെട്ടാൽ അവനെ രക്ഷപ്പെടും. അപ്പൊ ദുന്യാവും ആഖിറവും ഒരേ സമയത്ത് നേടാൻ ഏറ്റവും ഫലപ്രദമായത് ദുആണ്. അപ്പൊ ഇമാമി ഇരിക്കുന്ന ഖുതുബയുടെ ഇടയിൽ ഇരിക്കുന്ന കുറഞ്ഞ സമയം ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണ്. അപ്പൊ അവിടെ ദുആ എല്ലാം കൂടി കേൾക്കാൻ കഴിയുന്നത് കൊണ്ട് എല്ലാം പരിഹരിക്കാൻ നല്ലത് സ്വലാത്താണ്. അതുകൊണ്ടാണ് മുമ്പുള്ള ആളുകളൊക്കെ ആ സമയത്ത് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും നല്ലത്, സ്വലാത്ത് ചെയ്യൽ. സ്ഥലനാഥ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ട്, പിന്നെ ലോകത്ത് ബന്ധമായിട്ടൊരു ചോദ്യം കൂടി ഉണ്ട്. ഈ കൈ മറക്കുന്ന സമയത്ത്, നിസ്കാരത്തിൽ കൈ മറക്കുന്ന സമയത്ത്, അങ്ങനെ കൈ മറയോട് കൂടി സുജൂദ് ചെയ്തു കഴിഞ്ഞാല്
കയ്യിന്റെ പള്ളഭാഗം നേരെ ഭൂമിയിലോട്ട് ചേരാത്തത് കൊണ്ട് സുജൂദ് ചെയ്യാമോ എന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ട് സ്ഥല കൂട്ടത്തിൽ. മാത്രവുമല്ല, ഈ മുഖവക്കന ധരിക്കുമ്പോ ഈ താടിയുടെ എല്ലിന്റെ നമ്മുടെ താടിയുടെ താഴെ ഭാഗം പറയാതിരുന്നാല് നിസ്കാരം സ്വയമാകാതിരിക്കുമോ എന്നും ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുജൂദിൽ കൈ ഉള്ളം കൈ നിലത്ത് വെക്കൽ വുജൂബാണ്. പക്ഷേ അത് മറയില്ലാതെ വെക്കൽ സുന്നത്താണ്. ഏറില്ലാത്തോട് അഥവാ അന്യപുരുഷന്മാരാരും ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റക്കാവുകയോ അതല്ലെങ്കിൽ തൊട്ടാവ് തോന്നിയാത്ത പാരവ് മാത്രം ഉണ്ടാവുകയോ ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ മറയില്ലാതെ കൈ വെള്ള തന്നെ നിലത്ത് വെക്കലാണ് സുന്നത്ത്. ഇനി അവിടെ തന്നെ മറയോട് കൂടി വെച്ചാലും ഫർദ് വീടും. മനസ്സിലായില്ലേ? ഫർദ് വീടും. അതുകൊണ്ട് നിസ്കാരത്തിന് സയ്യാവാതിരിക്കില്ല. പക്ഷേ അന്യപുരുഷന്മാരില്ല ഉള്ള സ്ഥലത്താണെങ്കിൽ മറയോട് കൂടി തന്നെയാണ് നല്ലത്. അന്യപുരുഷന്മാരില്ലാത്ത സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ കൈ മറയില്ലാതെ സുജൂദ് ചെയ്താലേ സുന്നത്ത് കിട്ടുക. അഥവാ മറ ഉണ്ടെങ്കിൽ അതുകൊണ്ട് സുജൂദ് സയ്യാവാതിരിക്കുകയില്ല. കാലിന്റെ വിരലുകൾ മറക്കൽ വുജൂബാണ്, ഔറത്തായതുകൊണ്ട്. കൈവെള്ള മറക്കൽ വുജൂബില്ല, കാരണം ഔറത്തല്ല. അതുകൊണ്ട് സുജൂദ് ചെയ്യുന്ന സമയത്തും മറയില്ലാതെ സുജൂദ് ചെയ്യൽ അന്യരില്ലാത്ത സ്ഥലത്ത് നിന്ന് സുന്നത്താവുന്നു. മറിച്ച് മറയുണ്ടായാൽ സുജൂദ് സഹിയാകും. പിന്നെ ഔറത്ത് സംബന്ധമായതാണ് അടുത്ത ചോദ്യം. മനസ്സിലായില്ലേ? ഔറത്ത് സ്ത്രീകളുടെ മുഖം മുങ്കയും ഒഴിച്ച് ബാക്കിയൊക്കെ നിസ്കാരത്തിൽ ഔറത്താണ്. മുഖത്തിന്റെ അതിർത്തി പറഞ്ഞത് സാധാരണ ആളുകൾക്ക് തലമുടി മുളക്കുന്ന സ്ഥലം തൊട്ട് താടിയെല്ലിന്റെ അറ്റം വരെയാണ്. താടിയെല്ലിന്റെ അറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊണ്ടന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ എല്ലില്ലാത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം മുഖമല്ല, അത് തൊണ്ട വേറെ, താഴെ തൊണ്ടന്റെ ഭാഗം വേറെ. അതേസമയത്ത് എല്ല് ഇവിടെ വരെ ഉണ്ട് എന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് പിടുത്തം കിട്ടും. ആ എല്ല് വരെ മാത്രമേ മുഖമുള്ളൂ. അതിന്റെ താഴ്ഭാഗം നമ്മുടെ നാടൻ ഭാഷയിൽ താഴെ അണ്ണി എന്ന് പറയും. താഴെ അണ്ണി, ആ സ്ഥലം എല്ലില്ലാത്ത ആ ഭാഗം ഔറത്താണ് സ്ത്രീയെ സംബന്ധിച്ച്. കാരണം മുഖത്തിന്റെ പുറത്തുള്ള സ്ഥലമാണ്. അപ്പൊ മുഖമക്കനെ ഇടുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ചങ്ക് വരെ മുഖമക്കനെ കയറി നിന്നാൽ താടിയെല്ലിന്റെയും ചങ്കിന്റെയും ഇടക്കുള്ള കുറെ ഭാഗം ഔറത്തുണ്ട്. അത് ഒഴിവായാൽ നിസ്കാരം സഹിയാവുകയില്ല. അതുകൊണ്ട് ഇന്തോനേഷ്യക്കാരെ പെണ്ണുങ്ങളൊക്കെ മുഖമക്കനെ ഇടുമ്പോ അപ്പൊ നമ്മൾ ആളുകളും ചിലർ തുടങ്ങി. ഇന്തോനേഷ്യയിലെ പെണ്ണുങ്ങൾ സാധാരണ, അതുപോലെ തന്നെ മലേഷ്യക്കാരും അങ്ങനെ ചെയ്യുന്നതാണ്. അവര് താടിയിലൂടെ ചേർത്തിയിട്ടാണ് അവരുടെ മുഖമക്കനെ ഉണ്ടാകുക. അങ്ങനെ വരുമ്പോ താടിയുടെ താഴ്ഭാഗത്തുള്ള ഭാഗം ഔറത്ത് പറയാൻ അത് സൗകര്യമാണ്. അങ്ങനെ ചെയ്യുക. മറിച്ച് താടിയെല്ലിന്റെ താഴ്ഭാഗത്തുള്ള താഴെ അണ്ണിയുടെ ഭാഗം വെളിവായാൽ ഔറത്ത് വെളിവായതായും നിസ്കാരം ബാത്തിലായതായും കണക്കാക്കേണ്ടതാവുന്നു. ആരൊരാള് കൈ പൊക്കിയിട്ട് മൈക്കെടുക്കുന്നുണ്ടല്ലോ ഉസ്താദ്. ഒറ്റ ചോദ്യം കൂടെ വന്നാലുണ്ട് ഉസ്താദ്. ഞാന് പിന്നെ ഉസ്താദ് കൊടുക്കണം. പിന്നെ അതൊരു പിന്നെ നിസ്കാരത്തില് നമ്മള് പൂർണ്ണമായിട്ട് എല്ലാവരും ഭക്തിയോട് കൂടെ നിൽക്കുന്ന സമയത്ത്, അള്ളാഹുവിനെ ഓർത്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് പലപ്പോഴും പിന്നെ നിസ്കാരത്തിന് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരികയും അങ്ങനെ അതിന്റെ സുജൂദ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയും വരുന്നതെന്ന് പറയുന്നു. എന്നാൽ നിസ്കാരം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, അഥവാ ശ്രദ്ധിച്ചാൽ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിസ്കാരം തെറ്റാതെ സൂക്ഷിക്കാൻ കഴിയും. അപ്പൊ വേണ്ടത്ര രൂപത്തിലുള്ള ഒരു ഭക്തിയും കിട്ടുന്നില്ല എന്ന് പറയുന്നു ഉസ്താദ്. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഇതിന്റെ ഏത് ഭാഗമാണ് ശരിക്കും പൂർണ്ണമായിട്ട് തെരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഉസ്താദ് ഒരു ചോദ്യം കൂടെ വന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെ, വിഷയം മനസ്സിലാക്കിയോട്ട് പറ്റിയ തെറ്റാവുന്നു എന്ന് പറഞ്ഞാൽ ഖുശൂ എന്ന് പറഞ്ഞാല് അള്ളാനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നല്ല. മനസ്സിലായില്ലേ? നിസ്കാരത്തിലുള്ള ഖുശൂ എന്ന് പറഞ്ഞാൽ രണ്ട് തരാണ്.
ഒന്ന് ബാഹ്യമായ അവയവങ്ങളെ കൊണ്ട് നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ടതല്ലാതെ ഒന്നും ചെയ്യാതിരിക്കുക, അതാണ് ബാഹ്യമായ ഖുശൂഅ്. ഉള്ളിലുള്ള ഖുശൂഅ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ എവിടെ എന്താണോ ചെയ്യുന്നത് അവിടെ മനസ്സിനെ കൊണ്ടുവരിക. മനസ്സിലായില്ലേ? ഏതോ ഒരു കുട്ടിയാണെന്നാ തോന്നുന്നത് ഇടക്ക് ഇങ്ങനെ ഐക്കൺ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളായിരിക്കും വലിയൊരാളാണെന്ന് വിചാരിക്കുക, എന്നാലും കുട്ടികളും തന്നെ അതത് പഠിക്കണം. എല്ലിന്റെ മജലിസിൽ ആവശ്യമില്ലാത്ത ഓരോന്ന് അടിച്ചു വിടേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഖുശൂഅ്, ബാഹ്യമായ ഖുശൂഅ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്യാതെ അടങ്ങി ഒതുങ്ങി നിസ്കരിക്കുക. കൽബ് കൊണ്ടുള്ള ഖുശൂഅ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന കാര്യത്തിൽ മാത്രം എന്റെ മനസ്സിനെ കൊണ്ടുവരിക. അതിന്റെ അപ്പുറം സ്വർഗത്തിനെ പറ്റിയോ ആഖിറത്തിനെ പറ്റിയോ നരകത്തിനെ പറ്റിയോ സിറാത്ത് പാലത്തിനെ പറ്റിയോ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അതൊക്കെ ചിന്തിച്ചാൽ നേരത്തെ പറഞ്ഞേക്ക് എന്ത് പോവും? നിസ്കരിക്കാൻ ഞാനിപ്പോ ഇവിടെ എഴുതുന്നതെന്ന് അറിയില്ല, എത്ര നിസ്കരിച്ചു അറിയില്ല, ഒരു സുജൂദോ രണ്ട് സുജൂദോ ചെയ്തതെന്ന് അറിയില്ല. അതൊക്കെ എന്താണ്? ഒരാൾ ഇങ്ങനെ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചു. പരലോകത്തിൽ എല്ലാ അമലുകൾക്കും പ്രതിഫലം നൽകുന്ന റബ്ബിന്റെ ആ മഹ്ശറയിൽ നിൽക്കുന്ന നേതൃത്വവും ആ മഹ്ശറയുടെ പ്രത്യേകമായ ഗംഭീരവും അവിടെ ആ കിതാബ് കൊടുക്കുന്നതും വിചാരണ നടക്കുന്നതും ഹസനാത്ത് ചെയ്യാതെ തൂക്കുന്നതും ഇങ്ങനെ അവരല്ലാണ്ട് ജയിച്ചു. അതിന്റെ അടുക്ക് പോയി എവിടെ എത്തിയതെന്ന് അറിയില്ല. ഓരോ ഖുശൂഅല്ല, ഓരോ വിശ്വാസ. അതൊക്കെ ഒറ്റക്കൊരു സമയത്ത് ഒഴിഞ്ഞു കുത്തിട്ടുകാലത്ത് ഫിക്ർ ചെയ്തോട്ടെ. തഫക്കുർ, നിസ്കാരത്തിൽ ഖുശൂഅ് എന്ന് പറഞ്ഞത് മനസ്സിലാക്കിയോണ്ട് വെച്ച തെറ്റാണ്. ഖുശൂഅ് ഒരിക്കലും ഒരു മറവി പറ്റാതെ യഥാർത്ഥമായ നിസ്കാരത്തിന് സഹായിക്കുന്നത് ഖുശൂഅാണ്. ഖുശൂഅ് എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോൾ കൽപ്പിക്കപ്പെട്ട നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ വജ്ഹ് തോന്നുന്ന സമയത്ത് അതിനെപ്പറ്റി മാത്രം, ഫാത്തിഹ ഓതുന്ന സമയത്ത് അതിനെപ്പറ്റി മാത്രം, സൂറത്ത് ഓതുന്ന സമയത്ത് അതിനെപ്പറ്റി മാത്രം, റുക്കൂ ചെയ്യുമ്പോൾ ആ റുക്കൂവിനെ കുറിച്ച് മാത്രം, ഇങ്ങനെ ഞാൻ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന കാര്യത്തിൽ മാത്രം മനസ്സിനെ കൊണ്ടുവരിക എന്നതാണ് ഖുശൂഅ് ബാത്തിനിയ, ഉള്ളിലുള്ള ഖുശൂഅ്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഖുശൂഅ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പിഴവ് പറ്റിയതും മറവ് പറ്റിയതും ഒക്കെ. ആ പറഞ്ഞ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതുപോലെയുള്ള അത് ഖുശൂഅ് അല്ല. അദ്ദേഹം ഖുശൂഅിനെ മനസ്സിലാക്കിയോട് പറ്റിയ അബദ്ധമാവുന്നു. മനസ്സിലായില്ലേ? ഖുശൂഅ് ഇല്ലാത്തതാണ് നമുക്ക് ഇതിന്റെ കാരണം, ഈ സൗഖ്യം പറ്റുന്നതിന്റെ കാരണം. ഫിക്റിനൊന്നും നിസ്കാരം പറ്റില്ല. നിസ്കാരത്തിലല്ല ഫിക്ർ വേണ്ടത്. ഫിക്ർ അതിന് അതിൻ്റെതായ സമയത്താണ് ഫിക്ർ ചെയ്യേണ്ടത്. ഫിക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ ഓരോ നിഅമത്തിനെ സംബന്ധിച്ച്, അല്ലാഹു തആലയുടെ ഖുദ്റത്തിനെ സംബന്ധിച്ച്, അതുപോലെ നമ്മുടെ ഓരോ അവസ്ഥയെ സംബന്ധിച്ച്, പരലോകത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, അതൊക്കെ ഫിക്ർ ചെയ്യുന്ന നിസ്കാരത്തിന്റെ പുറത്താണ്. ഖുശൂഅ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന സ്ഥലത്ത് മാത്രം മനസ്സിനെ നിർത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, എനിക്കുള്ളൊരു ചോദ്യം. ഇപ്പൊ ചോദ്യം ചോദിക്കാൻ സമയം കിട്ടാറില്ല. നിസ്കരിച്ചിരുമ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനിക്കാറില്ല. അതാണ് ചോദ്യം ചോദിക്കാറ്. റുക്കൂ, ഒരു ഫാത്തിഹ ചോദ്യം പോയോ? എഴുത്തിദാറിൽ നിൽക്കുമ്പോഴോ രണ്ട് സുജൂദിനിടയിൽ ഇരിക്കുമ്പോഴോ ദീർഘസമയം പ്രാർത്ഥനയിൽ മുഴുകിയാൽ നിസ്കാരം ബാത്തിലാവുമോ എന്നാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. എഴുത്തിദാറിൽ നിൽക്കുമ്പോഴോ രണ്ട് സുജൂദിനിടയിൽ ഇരിക്കുമ്പോഴോ ദീർഘസമയം പ്രാർത്ഥനയിൽ മുഴുകിയാൽ നിസ്കാരം ബാത്തിലാവുമോ എന്നാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. ഏതിദാലും സുജൂദിന്റെ ഇടയിലിരുത്തവും ചുരുങ്ങിയ ഫർള്, ഖസീറായ ഫർള് എന്ന് പറയും. ദീർഘമില്ലാത്ത ഫർളുകളിൽപ്പെട്ടതാണ്. അത് അമിതമായി ദീർഘിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവും.
അഥവാ കൽപ്പിക്കപ്പെട്ട ദിക്റുകൾക്ക് പുറമെ ഇഹ്തിദാലിൽ ഒരു ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയമോ ഇടയിലിരുത്തത്തിൽ കൽപ്പിക്കപ്പെട്ട ദിക്റിന് പുറമെ ഒരു അത്തഹിയ്യാത്ത് ചുരുങ്ങിയ തോതിൽ ഓതാൻ ആവശ്യമായ സമയമോ ദീർഘിച്ചാൽ നിസ്കാരം ബാത്തിലാവും. മനസ്സിലാകുക. ഇഹ്തിദാലിൽ കൽപ്പിക്കപ്പെട്ട ദിക്റുകൾക്ക് പുറമെ ഒരു ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയമോ ഇടയിലിരുത്തത്തിൽ കൽപ്പിക്കപ്പെട്ട ദിക്റുകൾക്ക് പുറമെ ഒരു ചുരുങ്ങിയ അത്തഹിയ്യാത്ത് ഓതാൻ ആവശ്യമായ സമയമോ ദീർഘിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അതിൽ കുറഞ്ഞതാണെങ്കിൽ ബാത്തിലാവില്ല, എങ്കിലും നീട്ടൽ ഉത്തമമല്ല. കൈപൊക്കി നിന്നാ പോലെ വേഗം ചോദിക്കാനുള്ളവർ വേഗം ചോദിക്കണം. മോളിലുള്ളവരോട് എടുക്കുന്നില്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ളവർ എടുക്കാൻ കാരണം സമയം കൊടുക്കാൻ കുറഞ്ഞ സമയം കൂടിയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ചില തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന് മുമ്പ് ഇമാമിയങ്ങള് പല സ്ഥലത്തും പല രൂപത്തിലാണ്. ചിലവര് ഇസ്തവൂ വസ്തഖീമു വഅ്തദിലു എന്നറിയും. നമ്മളെ നാട്ടിലൊക്കെ സവ്വൂ സുഫൂഫക്കും എന്നൊക്കെ പറയും. അപ്പൊ അതില് ഹദീസിൽ വാരിദായത് വല്ലതുണ്ടോ എന്നാണ് എന്റെ സംശയം. ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും. ഹദീസിൽ ഇന്ന വാരിദായ ലഫ്ദ് തന്നെ പറഞ്ഞുകൊള്ളണം എന്നില്ല. തസ്വീയത്ത് സുഫൂഫ് ഇമാമിന് മുഅക്കദായ സുന്നത്താണ്. അത് ഇമാമിന്റെ ജമാഅത്തിന്റെ ബാബിൽ വരാൻ പോകുന്ന വിഷയങ്ങളാണ്. അത് ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്ത് സ്വഫുകൾക്കിടയിൽ നടന്ന് ഓരോരുത്തരെയും ഒപ്പിച്ചു നിർത്തലായിരുന്നു. പിന്നീട് നന്നായി ആളുകൾ അതിന്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് സ്വഫ് ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും നോക്കി സ്വഫിനെ സമമാക്കുവീൻ എന്ന് പറയും. എന്നിട്ട് തക്ബീർ ചൊല്ലും. അങ്ങനെയായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും സ്വഫുകളിൽ നടന്നുകൊണ്ട് തന്നെ എല്ലാ സ്വഫും സമമാക്കുകയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു തആല ചെയ്തിരുന്നത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും സ്വഫുകൾക്കിടയിലൂടെ നടന്ന് ചൊവ്വാക്കി നിർത്തുകയായിരുന്നു ഖലീഫ ചെയ്തിരുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് പള്ളി വിപുലീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പള്ളി മദീനത്തെ മസ്ജിദുൽ നബവി ഏറ്റവും കൂടുതൽ വിശാലമാക്കി വികസിപ്പിച്ചത് മഹാനായ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആളുകൾ ധാരാളമായപ്പോൾ പള്ളി വളരെ വിശാലമാവുകയും ചെയ്തപ്പോ ഓരോ സ്വഫുകളിലും നടന്നുകൊണ്ട് ചൊവ്വാക്കി നിർത്തുക എന്നത് പ്രയാസമായപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ശമ്പളം കൊടുത്ത് ആളെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ സ്വഫുകളൊക്കെ പൂർത്തിയായ ഏറ്റവും ലാസ്റ്റ് സ്വഫിൽ നിന്ന് ആ സ്വഫ് ചൊവ്വാക്കാൻ കൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ അനിസ്തവത് എല്ലാം ശരിയായി എന്ന് വിളിച്ചു പറയുമ്പോൾ മാത്രമേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിരുന്നുള്ളൂ. ഇങ്ങനെയാണ് നബിതങ്ങളും സഹാബത്തും ഒക്കെ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പൊ അതിന് ഇന്ന വാക്ക് തന്നെ പറഞ്ഞുകൊള്ളണമെന്നില്ല. പ്രവൃത്തി രൂപത്തിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യാ, വാക്കുകൊണ്ട് പറഞ്ഞാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാ. അത് രണ്ടും ചെയ്യാതെ ചില ഇമാമികളൊക്കെ ഇടത്തും വലത്തും നോക്കും ശരിയാണോ, ശരിയായിട്ടില്ലെങ്കിൽ പറയും, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ചുരുക്കത്തിൽ തസ്വീയത്ത് ചൊവ്വകൾക്ക് സുന്നത്താണ്. അതിന്റെ ഭാഗമാണ് ചൊവ്വാക്കാൻ വേണ്ടി കൽപ്പിക്കുക. എന്ന് പറഞ്ഞാലും വേണ്ടില്ല സവൂസുഫുക്കും ഫൈന തസ്വീയത്ത് സ്വലാത്തി മിൻ തമാമി ഇഖാമത്തി സ്വലാ എന്ന ഹദീസിലുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ വളരെ നന്ന്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന്റെ കലാമാണല്ലോ. സവൂസുഫുക്കും ഫൈന തസ്വീയത്ത് സുഫൂഫി മിൻ തമാമി ഇഖാമത്തി സ്വലാ. അല്ലാഹു തആല അഖീമു സ്വലാ എന്നാണ് പറഞ്ഞത്. ഈ ഇഖാമത്ത് പൂർണ്ണമാകണമെങ്കിൽ സ്വഫ് ശരിയാക്കുക കൂടി വേണം എന്ന്. ഓക്കേ, അസ്സലാമു അലൈക്കും.
നിസ്കാരത്തില് സുജൂദില് നെറ്റിത്തടം വെക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം. അതിന്റെ പരിധി എത്രയാണ്? പൂർണ്ണമായും വെക്കണോ അതോ ഒരു ഭാഗം പറഞ്ഞു അല്ലെങ്കിൽ കുറച്ച് ഭാഗം പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചാല് ശരിയാകുമോ എന്ന ചോദ്യം. അസ്സലാമു അലൈക്കും. അത് വരുന്നുള്ളൂ, നമുക്ക് സുജൂദിലേക്ക് എത്തുന്നുള്ളൂ, ആ ഭാഗം വരാൻ പോകുന്നു. ഏതായാലും നെറ്റിച്ചടക്കത്തിന് അല്പമെങ്കിലും പറയാതെ മതി. തീരെ മറക്കാകരുതെന്നും മുഴുവനായി അങ്ങനെയൊന്നും നിർബന്ധമില്ല. മറയില്ലാതെ നെറ്റിച്ചടക്കത്തിൽ നിന്ന് കുറച്ച് ഭാഗം വെച്ചാൽ തന്നെ ഫർദ് വിടും. ബാക്കിയുള്ള മറന്നെങ്കിലും ഇല്ലെങ്കിലും സുജൂദ് സഹിയാവുന്നതിന് കുഴപ്പമില്ല. അതേസമയത്ത് പൂർണ്ണമായി മറയുണ്ട്, നെറ്റിത്തടക്കത്തിൽ നിന്ന് തീരെ നേരത്തെ വെച്ചില്ല, എന്നാ സുജൂദ് സഹിയാവും. ഓക്കെ, കൂടുതൽ വിശദീകരണം സുജൂദിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ഭാഗം പറയാൻ കഴിഞ്ഞാൽ സുജൂദിലേക്ക് വരും. നേരത്തെ ചോദിച്ചതിനോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യം തന്നെ ഉസ്താദേ. അത്തയത്തിൽ ഇരുന്ന ശേഷം ഇരുത്തം ശരിയാക്കാൻ ചിലർ വീണ്ടും മുന്നോട്ട് ആഞ്ഞിരിക്കാറുണ്ട്. ഇങ്ങനെ ഇരിക്കാൻ പാടില്ലെന്ന് ചിലർ പറയുന്നു. അത് ശരിയാണോ എന്നാണ് ചോദ്യം. മുന്നോട്ടായിരിക്കരുത് എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞല്ലോ, ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ചുരുങ്ങിയ സുജൂദിന്റെ രൂപം നെറ്റിത്തടം കാൽമുട്ടുകളുടെ മുന്നിലേക്ക് നേരിടുന്ന നിലയിൽ കുനിയലാണ്. ഈ മുന്നോട്ടായി മാറിയിരിക്കുന്ന സമയത്ത് ഈ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ചുരുങ്ങിയ റൂപിന്റെ രൂപം വരും. അപ്പോ നിസ്കാരത്തിൽ ഒരു ഫർളായ റുകൂഇനെ അധികരിപ്പിക്കുന്ന രൂപം വരുന്നുണ്ട്. അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. അങ്ങനെ പാടില്ല അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവും. അബദ്ധത്തിൽ സംഭവിച്ചാൽ സുജൂദ് സുന്നത്തുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇഫ്തിറാശിന്റെ ഇരുത്തത്തിൽ നിന്ന് തവറുക്കിന്റെ ഇരുത്തത്തിലേക്ക് മാറാനോ തവറുക്കിന്റെ ഇരുത്തത്തിൽ നിന്ന് ഇഫ്തിറാശിന്റെ ഇരുത്തത്തിലേക്ക് മാറാനോ വേണ്ടിയിട്ടാണ് പലപ്പോഴും ആളുകൾ അങ്ങനെ ചെയ്യുക. അതിന് മുന്നോട്ടായിരിക്കാതെ ഇടത്തെ കൈ നിലത്ത് കുത്തി അതിൽ ഊന്നു കൊടുത്തുകൊണ്ട് ഇഫ്തിറാശിന്റെ ഇരുത്തത്തിൽ നിന്നിട്ട് തവറുക്കിന്റെ ഇരുത്തത്തിലേക്ക് ചന്തി മാറ്റിയിരുത്തുക. അതല്ലെങ്കിൽ തവറുക്കിന്റെ ഇരുത്തത്തിന്റെ രൂപത്തിൽ നിന്നും ചന്തി മാറ്റി ഇഫ്തിറാശിന്റെ ഇരുത്തത്തിലേക്ക് ഇരിക്കുക. ഇത് രണ്ടും ഇടത്തെ കൈ നിലത്ത് ഊന്നിക്കൊണ്ട് അതിൽ താങ്ങ് കൊടുത്തുകൊണ്ട് അല്പം ഉയർന്ന് ഈ മാറ്റിയിരുന്നാൽ ഈ പറയുന്ന അഖലുറുന്റെ രൂപം വരാതെ നോക്കാൻ സാധിക്കും. ഏതായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞുകൊണ്ട്, അതായത് ഇരുന്ന് നിസ്കരിക്കുന്നവരുടെ ചുരുങ്ങിയ റുകൂഇന്റെ രീതിയാണ്. അങ്ങനെ ഒരു ഫർളായ റുകൂഇന്റെ രൂപം നിസ്കാരത്തിൽ ആവശ്യമില്ലാതെ കൊണ്ടുവരാൻ പാടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യം അറിയാതെ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചു പോയാൽ സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽപ്പെട്ട കാരണമായി വരും. അത് ഒഴിവാക്കേണ്ടതാവുന്നു എന്ന് ചുരുക്കം.